നമസ്കാരം. പ്രധാന വാർത്തകൾ. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധം. UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കായംകുളം KSRTC ബസ് സ്റ്റേഷനിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ 80 കോടിയുടെ കിഫ്ബി പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയതായി മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ. മന്ത്രിയുടെ മറുപടി അഡ്വക്കേറ്റ് U പ്രതിഭ MLAയുടെ സബ്മിഷന്. കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലത്തിന് സമീപത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. പ്രദേശവാസികൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നു. ജില്ലയിൽ 340 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 6.49%. 371 പേർ രോഗമുക്തരായി. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് V ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിലെ അഴിമതി അവസാനിപ്പിക്കുക, OP ബ്ലോക്കിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, ആശുപത്രിയിലെ അനധികൃത നിയമനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അഴിമതിക്കെതിരെ കായംകുളം നഗരസഭ UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ PK കുഞ്ഞിന്റെ നാമധേയത്തിലുള്ള ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയെയും ജനങ്ങളെയും നോക്കുകുത്തിയാക്കി ഒരുപിടി ആളുകൾ അഴിമതിക്ക് നേതൃത്വം നൽകുന്നത് നാട്ടിലെ പാവപ്പെട്ട രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് ബാബു പ്രസാദ് പറഞ്ഞു. മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 3-4 വർഷമായി HMCയെ ഒരു വിഭാഗം ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും 30 ലക്ഷത്തോളം രൂപ ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം 2 പ്രൊജക്ടുകൾക്ക് അനുവദിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് നടപ്പാക്കിയിട്ടില്ല എന്നും ബാബു പ്രസാദ് പറഞ്ഞു. ഇവിടെ മുനിസിപ്പൽ കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ആശുപത്രിയെ ഇത്രയും കെടുകാര്യസ്ഥതയുടെയും നെറുകേടിന്റെയും ഒരു കേന്ദ്രമാക്കി മാറ്റിയത്, ഒരു EDL തൊഴുത്താക്കി മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റിയാണ് ആശുപത്രി ഭരിക്കുന്നതെങ്കിലും ഇവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നേരത്തെ മുതൽ അനുമതി വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെതാണ്. സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഈ തച്ചടി പ്രഭാകരന്റെ പേരിലുള്ള ഒരു ബ്ലോക്ക് തന്നെ ഇവിടെയുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ പണം മുടക്കി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ ആശുപത്രിക്ക് ഇത്രയും വലിയൊരു ഗതികേടുണ്ടായത് കേരളം ഇന്ന് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളെ ഏവരെയും പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ആശുപത്രിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ഇവയെക്കുറിച്ചൊക്കെ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും ബാബു പ്രസാദ് പറഞ്ഞു. ആശുപത്രിയുടെ OPയിലെത്തുന്ന സാധാരണക്കാരായ രോഗികളെ പരിശോധിക്കാൻ വേണ്ടി നഗരസഭ 2 താൽക്കാലിക ഡോക്ടർമാരെ നിയമിച്ചെങ്കിലും അവരുടെ സേവനം രോഗികൾക്ക് കിട്ടുന്നില്ല. പല ദിവസങ്ങളിലും ഒരു ഡോക്ടർ മാത്രമാണ് എത്തുക. വൈകിട്ട് 4 മണി മുതൽ 10 മണി വരെ ജോലി ചെയ്യേണ്ടവർ രാത്രി 8 മണിയാകുമ്പോൾ ജോലി അവസാനിപ്പിച്ച് മടങ്ങുന്ന സ്ഥിതിയാണ് കായംകുളത്തുള്ളതെന്നും ബാബു പ്രസാദ് ആരോപിച്ചു. UDF പാർലമെന്ററി പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ ഭരണ നേതൃത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എങ്കിൽ വിഷയം പാർട്ടി ഏറ്റെടുക്കുമെന്നും ബാബു പ്രസാദ് അറിയിച്ചു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് E സമീർ, N രവി, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി H ബഷീറുകുട്ടി, DCC ജനറൽ സെക്രട്ടറിമാരായ K പുഷ്പദാസ്, AJ ഷാജഹാൻ, AP ഷാജഹാൻ, കൗൺസിലർമാരായ നവാസ് മുണ്ടകത്തിൽ, ബിധു രാഘവൻ, PC റോയി, അൻസാരി കോയിക്കലേത്ത്, ബിജു നസറുള്ള, സുമിത്രൻ, മിനി സാമുവൽ, ഷൈനി, ഷീജ, ഷൈജു മുക്കിൽ, കൃഷ്ണകുമാർ, അനിൽകുമാർ, EM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു.
കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒരു ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ആ ഇൻസിനറേറ്ററിന് യഥാർത്ഥത്തിൽ 8 ലക്ഷം രൂപ മാത്രമാണ് വിലയുള്ളത്. 2 ലക്ഷം രൂപയുടെ സിവിൽ വർക്കുകളും 10 ലക്ഷം രൂപ. പക്ഷേ സിഡ്കോ കൊടുത്ത കൊട്ടേഷനിൽ 20 ലക്ഷം രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നഗരസഭ പാസാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ കത്ത്. ഞങ്ങൾ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ടു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ മൊബൈൽ പരിശോധിക്കാൻ, എൻ്റെ മൊബൈൽ വാട്സപ്പിൽ അവർ അയച്ചു തന്നത് കിടപ്പുണ്ട്. 150 കിലോ ഭാരം വരുന്ന വേസ്റ്റുകൾ കത്തിക്കുന്ന ഒരു ഇൻസിനറേറ്ററിന് 3,07,500 രൂപ മാത്രമാണ് വില. അങ്ങനെ വന്നാൽ 500 കിലോ കത്തിക്കുന്നതിന് 9 ലക്ഷം രൂപ മാത്രമാണ് വില വരുന്നത്. CD നെറ്റ് ന്യൂസ്, കായംകുളം. സംയുക്ത കർഷക സമിതി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദ്രോഹ ബില്ലുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരിലക്കുളങ്ങരയിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു. സംയുക്ത കർഷക സമിതി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദ്രോഹ ബില്ലുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിയിലക്കുളങ്ങരയിൽ പ്രകടനവും യോഗവും നടത്തി. സമിതി ചെയർമാൻ എൻ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യം ഭരിക്കുന്ന കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകർ നടത്തിയ സമരത്തിന് നേരെ വാഹനം ഓടിച്ചു കയറ്റുകയും അതിദാരുണമായി 4 കർഷകരെ കൊല്ലുകയും ചെയ്തു. കേന്ദ്രമന്ത്രിയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രക്ഷോഭം നാട്ടിൽ നടക്കാനുണ്ടായ സാഹചര്യം അജയ് കുമാർ മിശ്ര എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ആ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 2ാമത് MP ആയി മാറുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചാണ്. പെട്രോൾ പമ്പുകളും ഒക്കെ വലിയ മുതലാളിയും കൂടിയാണ്. കർഷകരും മുതലാളിയുമൊക്കെയാണ്. 2 മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ കർഷകരെ മര്യാദ പഠിപ്പിക്കാം എന്നുള്ള ദാർഷ്ട്യഭാവത്തോടു കൂടി കർഷകരെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ്. സുഭാഷ് സ്വാഗതം പറഞ്ഞു. വി പ്രഭാകരൻ, ഗോപിനാഥൻ പിള്ള, റഹീം കൊപ്പാറ, KB പ്രശാന്ത്, KG ശ്രീകണ്ഠൻ, സുരേഷ് ബാബു, സേനൻ നായർ, R ആനന്ദൻ, സോമൻപിള്ള എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാമപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സഫിയ സുധീർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാമപുരം മേഖലാ കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സഫിയ സുധീർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഇന്ദു സന്തോഷ് അധ്യക്ഷയായി. വേണി, പവിത്രൻ, സോമൻ നായർ, ഗോപൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം നഗരസഭ, കുടുംബശ്രീ, ദേശീയ നഗര ഉപജീവന മിഷൻ എന്നിവയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട നഗരശ്രീ ഉത്സവത്തിന് തുടക്കമായി. നഗരസഭ കൗൺസിലർമാർക്കുള്ള ശില്പശാലയും നടന്നു. കായംകുളം നഗരസഭ, കുടുംബശ്രീ, ദേശീയ നഗര ഉപജീവന മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ നഗരശ്രീ ഉത്സവം എന്ന പരിപാടിയും നഗരസഭാ കൗൺസിലർമാർക്കുള്ള ശില്പശാലയും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾ അവർ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടെത്തി അവർ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി വരുന്ന ഈ വിൽപ്പന മേളയിൽ ഒട്ടനവധി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള പായസങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S കേശുനാഥ് അധ്യക്ഷനായി. നിർദ്ദേശമനുസരിച്ച് കായംകുളം നഗരസഭയിൽ ഇത്തരത്തിലുള്ള മേള സംഘടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇത് നഗരപ്രദേശത്തെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതിയാണ്. നമ്മുടെ 2 CDSൻ്റെയും കീഴിൽ ഇത് നല്ല നിലയിൽ നടപ്പാക്കി വരികയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ എല്ലാം പദ്ധതി കായംകുളത്ത് NUMLന്റെ ഭാഗമായി നല്ല നിലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ J ആദർശ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി ധീരജ് മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൗൺസിലർമാരായ മായാദേവി, ഫർസാന ഹബീബ്, സുൽഫിക്കർ, ഷാമില അനിമോൻ, പുഷ്പദാസ്, ഹരിലാൽ, CS ഭാഷ, D അശ്വിനിദേവ്, കൃഷ്ണകുമാരി, CDS ചെയർപേഴ്സൺ പ്രസന്ന, HS ആൻഡ് സിറ്റി പ്രൊജക്ട് ഓഫീസർ ദിലീപ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ കീഴിൽ നഗരസഭകളിൽ നടപ്പാക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ദേശീയ നഗര ഉപജീവന ദൗത്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് നിരവധി പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നഗരസഭകളിൽ നടപ്പാക്കി വരുന്നു. അയൽക്കൂട്ട രൂപീകരണം, പിന്തുണാ സഹായങ്ങൾ, സംരംഭ രൂപീകരണം, സൗജന്യ തൊഴിൽ പരിശീലനം, വഴിയോര കച്ചവടക്കാർക്കുള്ള സഹായ പദ്ധതി എന്നിവ പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ്.
ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 31-ാം തീയതി വരെ നഗരശ്രീ ഉത്സവം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം KSRTC ബസ് സ്റ്റേഷനിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ 80 കോടിയുടെ കിഫ്ബി പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയതായി മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. 30 പ്രതിദിന ഷെഡ്യൂളുകൾ നടത്താനായി കായംകുളത്ത് 32 ബസ്സുകൾ നൽകിയിട്ടുണ്ട്. 162 സർവീസുകളിൽ 51ലും ഡീസൽ ചെലവ് പോലും കിട്ടില്ല. 62 എണ്ണത്തിൽ ജീവനക്കാരുടെ ശമ്പള ചെലവ് കിട്ടില്ല. നഷ്ടത്തിലോടുന്ന ട്രിപ്പുകളും സർവീസുകളും ജനോപകാരപ്രദമായി പുനഃക്രമീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ ഡീസൽ ചെലവ് വഹിച്ചാൽ ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ സർവീസ് നടത്താനാകുമെന്നും മന്ത്രി മറുപടി നൽകി. കായംകുളം KSRTC ബസ് സ്റ്റേഷനിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായി 80 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയതായി മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ അറിയിച്ചു. പുതിയ ബസ് ടെർമിനൽ നിർമ്മിക്കാൻ HLL നൽകിയ പ്രാഥമിക രൂപരേഖ KSRTC പരിശോധിച്ചു വരികയാണ്. ബസ് സ്റ്റേഷൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുതുക്കി പണിയുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതാണെങ്കിലും തുക ലഭിച്ചിട്ടില്ല. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് ടെർമിനൽ KSRTCയുടെ തനത് ഫണ്ടിൽ നിന്ന് നിർമ്മിക്കാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാണിജ്യസ്ഥിര കേന്ദ്രമായിട്ടുള്ള കായംകുളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന കായംകുളം KSRTC ബസ് സ്റ്റേഷൻ നിരവധി പരാധീനതകളുടെ നടുവിലാണ് സർ. ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിദിനം ഈ ഡിപ്പോയെ ആശ്രയിക്കുന്നുണ്ട്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ ഡിപ്പോയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 ഏക്കർ 22 സെന്റ് സ്ഥലമാണ് KSRTCക്ക് ഇവിടെ സ്വന്തമായിട്ടുള്ളത്. പക്ഷേ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള KSRTCയും കായംകുളമാണ് സർ. കേരളത്തിലെ ആദ്യ 10 ബസ് സ്റ്റേഷനിലൊന്നായി ഈ ബസ് സ്റ്റേഷനിലെ കെട്ടിടങ്ങൾക്ക് ഏകദേശം 60 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായി കെട്ടിടം തികച്ചും അപകട ഭീഷണിയിലാണ് നിലകൊള്ളുന്നത്. ഏത് സമയവും കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴാം. അവിടെ മനുഷ്യജീവന് തന്നെ ആപത്താണ്. വലിയ തരത്തിലുള്ള ജനങ്ങളുടെ പരാതികൾ നിത്യേന MLA എന്ന നിലയിലും MLA ഓഫീസിലും എല്ലാം അവിടെ വരികയാണ് സർ. മേൽക്കൂരയിലെ കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർന്നു വീണ് കമ്പികൾ തെളിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലാണ്. ശരാശരി 68ഓളം സർവീസുകൾ നേരത്തെ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. 400ഓളം ജീവനക്കാരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 50% വരുന്ന വനിതാ ജീവനക്കാർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും മതിയായ സൗകര്യങ്ങളും ഇവിടെ ഇല്ല. 30 പ്രതിദിന ഷെഡ്യൂളുകൾ നടത്താനായി കായംകുളത്ത് 32 ബസ്സുകൾ നൽകിയിട്ടുണ്ട്. 162 സർവീസുകളിൽ 51ലും ഡീസൽ ചെലവ് പോലും കിട്ടുന്നില്ല. 62 എണ്ണത്തിലാകട്ടെ ജീവനക്കാരുടെ ശമ്പള ചെലവും ലഭിക്കുന്നില്ല. നഷ്ടം സഹിച്ച് ഇനിയും സർവീസുകൾ നടത്താനാവാത്തതിനാൽ നഷ്ടത്തിലോടുന്ന ട്രിപ്പുകളും സർവീസുകളും ജനോപകാരപ്രദമായി പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2018-19 ബഡ്ജറ്റ് അവതരണത്തിൽ കായംകുളം ബസ് ടെർമിനൽ നവീകരിക്കുമെന്നും 2021-22 ബഡ്ജറ്റ് അവതരണത്തിൽ കായംകുളം ബസ് സ്റ്റേഷൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുനരുദ്ധരിക്കുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും മേൽപ്പടി പ്രവൃത്തി നടത്തിപ്പിനായി പദ്ധതി വിഹിതമായി തുകയൊന്നും നാളിതുവരെ ലഭ്യമായിട്ടില്ല. കായംകുളം യൂണിറ്റിൽ നിലവിൽ പ്രതിദിനം 30 ഷെഡ്യൂളാണ് ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. ഇതിനായി 32 ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചിരുന്ന 2021 മാർച്ച് മാസത്തിൽ ശരാശരി 29 ബസ്സുകൾ മാത്രമാണ് കായംകുളം ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ പൂർണ്ണമായി ഇളവ് അനുവദിക്കുന്ന മുറയ്ക്കും വരുമാന വർധനവ് അനുസരിച്ചും സർവീസുകൾ കൂടുതലായി ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കും. എന്നാൽ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 162 ട്രിപ്പുകളിൽ 51 ട്രിപ്പുകൾ ഡീസൽ തുക പോലും ലഭിക്കാത്തതും 69 ട്രിപ്പുകൾ ജീവനക്കാരുടെ ശമ്പള ചെലവിനുള്ള കളക്ഷൻ പോലും ലഭിക്കാത്തതുമാണ്. നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നഷ്ടം സഹിച്ച് പൊതുജനങ്ങൾക്കും KSRTCയും ഗുണകരമല്ലാത്ത വിധത്തിൽ ഇത്തരത്തിൽ സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡീസൽ ചെലവ് വഹിച്ചാൽ ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ സർവീസ് നടത്താനാകുമെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടഞ്ഞു കിടന്നിരുന്ന സ്കൂളുകൾ സർക്കാർ നിർദ്ദേശപ്രകാരം തുറക്കുന്നതിന്റെ ഭാഗമായി കായംകുളം നഗരസഭ 17-ാം വാർഡിലെ CSLP സ്കൂളിൽ സമ്പൂർണ്ണ ശുചീകരണം നടത്തി. വാർഡ് കൗൺസിലർ R ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടഞ്ഞുകിടന്നിരുന്ന സ്കൂളുകൾ സർക്കാർ നിർദ്ദേശപ്രകാരം തുറക്കുന്നതിന്റെ ഭാഗമായി കായംകുളം നഗരസഭ 17-ാം വാർഡിലെ CSLP സ്കൂളിൽ സമ്പൂർണ്ണ ശുചീകരണ പരിപാടി നടത്തി. വാർഡ് കൗൺസിലർ R ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണത്തിന് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീലത, TC അന്നമ്മ, ശശികല, നിഷ, ആശാ വർക്കർ കനക രാജി, PTA പ്രസിഡന്റ് രജനിമോൾ, സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.
കണ്ടല്ലൂർ പേരാത്ത് ജംഗ്ഷൻ മല്ലിക്കാട്ട് കടവ് റോഡിലെ സ്മൃതി ജംഗ്ഷനിൽ ബൈക്ക് സൈക്കിളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. കണ്ടല്ലൂർ മാങ്കീഴിൽ മിഥുൻ, സൈക്കിൾ യാത്രക്കാരനായ ആറാട്ടുപുഴ കിഴക്കേക്കര പട്ടോളി മാർക്കറ്റ് വയലിൽ പുതുവൽ രാജേന്ദ്രൻ എന്നിവരാണ് ചൊവ്വാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ചത്. കണ്ടല്ലൂർ പുതിയവിളയിൽ ബൈക്ക് സൈക്കിളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കണ്ടല്ലൂർ പുതിയവിള വടക്ക് മാങ്കീടിൽ മിഥുൻ, ആറാട്ടുപുഴ കിഴക്കേക്കര മല്ലിക്കാട്ട് കടവ് വയലിൽ വീട്ടിൽ രാജേന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. കണ്ടല്ലൂർ വടക്ക് മൂത്താശ്ശേരിൽ റിസ്വാൻ എന്ന 19-കാരന് പരിക്കേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ പുതിയവിള പേരാത്തുമുക്ക് മല്ലിക്കടവ് റോഡിൽ ഇരുമ്പളശ്ശേരിയിൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. സൈക്കിളിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വന്ന രാജേന്ദ്രനെ കിഴക്കുനിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കനകക്കുന്ന് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അതേസമയം അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലത്തിന് സമീപത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. പ്രദേശവാസികൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നു. കരിപ്പുഴ തോടിന് സമീപത്തായതിനാൽ തന്നെ നാട്ടുകാർ ജല അതോറിറ്റിയുടെ പൈപ്പാണ് ആശ്രയിക്കുന്നത്. പാർക്ക് ജംഗ്ഷൻ പാലത്തിന്റെ നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാൻ 1 വർഷം മുമ്പ് 3 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ജല അതോറിറ്റി അത് മാറ്റി സ്ഥാപിക്കുവാൻ തയ്യാറാകുന്നില്ല. പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ പാലം നിർമ്മാണത്തെയും സാരമായി ബാധിക്കും. കായംകുളം നഗരത്തിലെ പാർക്ക് ജംഗ്ഷൻ പാലത്തിന് സമീപത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. പ്രദേശവാസികൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. കരിപ്പുഴ തോടിന് സമീപത്തായതിനാൽ തന്നെ നാട്ടുകാർ ജല അതോറിറ്റിയുടെ പൈപ്പിനെയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ പൈപ്പ് പൊട്ടിയതിനാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനിടെയാണ് പൈപ്പ് പൊട്ടുന്നത്. പാലത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തവരും പ്രദേശവാസികളും നിരവധി തവണ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ആക്ഷേപം. പാർക്ക് ജംഗ്ഷൻ പാലത്തിന്റെ നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാനായി 1 വർഷം മുമ്പ് 3 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും ജല അതോറിറ്റി അത് മാറ്റി സ്ഥാപിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇത് പാലത്തിന്റെ നിർമ്മാണത്തിന് സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് കരാർ ജീവനക്കാർ പറയുന്നത്. സമീപത്ത് തടസ്സമായി നിൽക്കുന്ന മറ്റു പൈപ്പുകളും മാറ്റി സ്ഥാപിച്ചില്ല എങ്കിൽ പാല നിർമ്മാണത്തെ സാരമായി ബാധിക്കും. പാലം പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. അവർ ഉത്തരവാദിത്തപ്പെട്ട മേഖലകൾ അന്നേരം തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. പലയിടത്തും പല പ്രാവശ്യമായിട്ടും പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ആരുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരാഴ്ചയായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായ രീതിയിൽ നിൽക്കുകയാണ്. CD നെറ്റ് ന്യൂസ്, കായംകുളം. കോൺഗ്രസ് ഭരണിക്കാവ് 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവായിരുന്ന OP ജോണിന്റെ 1ാം അനുസ്മരണ ദിനം നടത്തി. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഭരണിക്കാവ് 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവായിരുന്ന OP ജോണിന്റെ 1ാം അനുസ്മരണ ദിനാചരണം നടത്തി. OP ജോണിന്റെ വസതിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിന് വാർഡ് പ്രസിഡന്റ് ഗോപിനാഥൻ നായർ കാവേരി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നോട് ഒരിക്കൽ ഒരാള് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, രാഷ്ട്രീയത്തെ എന്താണ്, രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതല്ല, പൊളിറ്റിക്സ് ഒരു കരിയറാണോ? അതാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, പൊളിറ്റിക്സ് ഒരു കരിയറല്ല, എന്റെ കരിയറല്ല പൊളിറ്റിക്സ് ഒരിക്കലും. DCC അംഗം ഗോപൻ ഭരണിക്കാവ് സ്വാഗതം പറഞ്ഞു. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, മുൻ KPCC സെക്രട്ടറി കറ്റാനം ഷാജി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K രാജേന്ദ്രൻ, UDF കൺവീനർ ചേലക്കാട്ട് രാധാകൃഷ്ണൻ, മറ്റ് നേതാക്കളായ അവിനാശ് ഗംഗൻ, ലളിതാംബിക, കട്ടച്ചിറ ഗോപാലകൃഷ്ണപിള്ള, കട്ടച്ചിറ താഹ, കൊച്ചുകോശി ജോർജ്, മഠത്തിൽ ഷുക്കൂർ, TT സജീവൻ, കട്ടച്ചിറ ശ്രീകുമാർ, MR മനോജ് കുമാർ, S നന്ദകുമാർ, KR ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കുകയും മെഡിക്കൽ, ഹയർ സെക്കൻഡറി, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. ഈ വാർഡിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ചവരാണ് ഇവരെല്ലാവരും. നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ സാംസ്കാരിക മുന്നേറ്റത്തിൽ ഭരണിക്കാവിന് വളരെ വലിയ പാരമ്പര്യമാണുള്ളത്. ബുദ്ധ സംസ്കാരത്തിന്റെ പൈതൃകമുള്ള പ്രദേശമാണ്. CD നെറ്റ് ന്യൂസ്, കായംകുളം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാവേലിക്കര യൂണിറ്റിന്റെ 36ാമത് യൂണിറ്റ് വാർഷികവും തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലയം ഉദ്ഘാടനം ചെയ്തു.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാവേലിക്കര യൂണിറ്റിന്റെ 36ാമത് യൂണിറ്റ് വാർഷികവും തെരഞ്ഞെടുപ്പും നടന്നു. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലയം ഉദ്ഘാടനം നിർവഹിച്ചു. നാളെ കാലത്ത് ഇത് കുന്നുകൂടാൻ പോകുന്ന ഒരു അവസരം വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ ഭവിഷ്യത്തുകൾക്കെല്ലാം പ്രധാന കാരണം ടൈലറ്റിടുന്ന അന്വേഷിച്ച് പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് അതിന്റെ മണ്ടയ്ക്കാണ് പോച്ചകളായി ചില വീട്ടുകാർ ജോലിയൊന്നും മുറ്റത്ത് കുരുത്തു വരുന്ന ഒരു പോച്ച വയ്ക്കാൻ നമ്മുടെ ഈ അമ്മമാരും സഹോദരിമാരും ഒക്കെ മുൻകാലങ്ങളിൽ മുറ്റം തൂക്കുന്ന അവസരത്തിൽ തൂത്ത് മാറുന്ന കൂട്ടത്തിൽ അവിടെയുള്ള പോച്ചയും കൂടി പറിച്ചാണ്. ഇപ്പോൾ പോച്ച കയറി വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് അടിക്ക് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് ഈ ടൈൽ വിടുകയാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുമ്പോൾ ഇത് വേറൊരു കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു പ്രകൃതി മലിനീകരണമായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററി അടക്കം. പതാക ഉയർത്തലോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മാവേലിക്കര യൂണിറ്റ് പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി അരുൺ പി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി ചന്ദ്രൻ സംഘടനാ വിശദീകരണം നടത്തി. ജില്ലാ സെക്രട്ടറി കെ രമേശൻ ID കാർഡ് വിതരണം നടത്തി. രക്ഷാധികാരി മധു പുളിമുട്ടിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാവേലിക്കര ജോയിന്റ് RTO ഡാനിയൽ സ്റ്റീഫൻ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. മാവേലിക്കര സബ് ഇൻസ്പെക്ടർ മുഹസിൻ മുഹമ്മദ് മാഗസിൻ ബോധവൽക്കരണം ജില്ലാ ട്രഷറർ വിജയകുമാർ നടത്തി. യൂണിറ്റ് ട്രഷറർ ടി പ്രസന്നൻ നന്ദി രേഖപ്പെടുത്തി. CDN ന്യൂസ് മാവേലിക്കര. ചെട്ടികുളങ്ങര കണ്ണമംഗലം തപസ്യ യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണമംഗലം മഹാദേവ ക്ഷേത്രവളപ്പിൽ ക്ഷേത്ര ഉദ്യാന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേത്ര ആവശ്യങ്ങൾക്കായുള്ള പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര ഉദ്യാനത്തിൽ നിന്ന് പദ്ധതി മുഖേന ലഭ്യമാകും. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര കണ്ണമംഗലം തപസ്യ യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണമംഗലം മഹാദേവ ക്ഷേത്ര വളപ്പിൽ ക്ഷേത്ര ഉദ്യാന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേത്ര ആവശ്യങ്ങൾക്കായുള്ള പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര ഉദ്യാനത്തിൽ നിന്ന് പദ്ധതി മുഖേന ലഭ്യമാക്കും. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി തൈ നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെ അനുവാദത്തോടും മഹാദേവന്റെ കടാക്ഷം കൊണ്ട് തപസ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഉദ്യാന സംരംഭം വിജയകരമാക്കി തരും. ഇനി അങ്ങോട്ട് തുടർന്നുള്ള ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ കൂട്ടായ്മ നന്നായിട്ട് വന്നെല്ലാം മംഗളമാക്കി തരാൻ. ഗ്രാമപഞ്ചായത്ത് അംഗം ലതാശേഖർ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ഹരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. തപസ്യ യുവജന ഭാരവാഹികളായ സുധീഷ്, സുനിൽകുമാർ, വിഷ്ണു, അനന്തു, ശംഭുരാജ് എന്നിവർ സംസാരിച്ചു. ഇരുട്ടുള്ളിടത്ത് ദീപം തെളിയിച്ച് വെട്ടം ഉണ്ടാക്കും. പൂവ് ആവശ്യമുള്ളിടത്ത് പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ നട്ട് പുഷ്പങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ ഉണ്ടാകുന്ന ഒരു പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ പറിച്ച് ഭഗവാൻ സമർപ്പിക്കുമ്പോൾ അത് പരിശുദ്ധിയോടുകൂടിയും കൃത്യതയോടുകൂടിയും നമുക്കത് ചെയ്യാൻ പറ്റും. വിവിധ കരകളിലെ ഭാരവാഹികൾ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങൾ ഇതിൽ നിന്നും പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് നട്ട് ഇന്നിവിടെ തീർക്കരുത്. അതുപോലെ ഇത് ക്ഷേത്ര ജീവനക്കാരെ മാത്രം ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളും പിൻവാങ്ങരുത്. പൂജാ പുഷ്പങ്ങൾക്ക് ആവശ്യമായ 100-ലധികം ചെടികൾ ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകമായി മുളകൾ കൊണ്ട് തയ്യാറാക്കിയ സ്ഥലത്താണ് ക്ഷേത്ര ഉദ്യാന പദ്ധതി നടപ്പാക്കുന്നത്. തെറ്റി, മുല്ല, അരളി, കൂവളം, ചന്ദനം, തുളസി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സജീവമായി ക്ഷേത്രഭരണത്തിലൊഴികെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഇടപെടുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിന് തെക്കേ നടയിൽ വളരെ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നതാണ്. അതിന്ന് അന്യം നിന്ന് പോയി. അപ്പോൾ ഇത് അതിനുള്ള ഇടയുണ്ടാകാതെ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത്. ക്ഷേത്രങ്ങളിലെ പ്രധാന ചടങ്ങുകൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ലഭിക്കുന്ന ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന തപസ്യ യുവജന സമിതിയുടെ പ്രവർത്തകർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി പറഞ്ഞു. CDN ന്യൂസ് കായംകുളം. ജില്ലയിൽ 340 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 326 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 14 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി 6.49%. 371 പേർ രോഗമുക്തരായി. നിലവിൽ 3182 പേർ ചികിത്സയിലും കഴിയുന്നു. മാവേലിക്കര നഗരസഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2ാം ഘട്ട വാക്സിൻ വിതരണം നടന്നു. നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന വാക്സിൻ വിതരണം നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര നഗരസഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2ാം ഘട്ട വാക്സിൻ വിതരണം നടന്നു. നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന വാക്സിൻ വിതരണം നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര നഗരസഭ ടൗൺ ഹാളിൽ
വാക്സിൻ വിതരണത്തിൽ നിരവധി പേർക്ക് കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവ 2ാം ഡോസായി നൽകി. 97% നഗരവാസികൾക്ക് ആദ്യ ഡോസും 30% പേർക്ക് 2ാം ഡോസും നൽകിയതായി അധികൃതർ അറിയിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര. ഗുജറാത്ത് സ്വദേശി ജയദീപ് ലഖാനാക്കിയ എന്ന ഈ 21കാരൻ രാജ്യം കാണുകയാണ്, രാജ്യത്തെ അറിയുകയാണ്, ജനവൈവിധ്യത്തെ ആസ്വദിക്കുകയാണ്. ദേശീയപാതയിൽ കായംകുളം ഭാഗത്ത് വെച്ചാണ് CDNet വാർത്താ സംഘം ജയദേബിനെ കാണുന്നത്. റോഡിന്റെ ഒരു വശത്തുകൂടി നിശബ്ദനായി പതുക്കെ നടന്നു നീങ്ങുന്ന ജയദീപിന്റെ യാത്രയ്ക്ക് ദൈർഘ്യം ഏറെയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 600 ദിവസം കൊണ്ട് ഇന്ത്യയെ ആകെ കാണുക എന്നതാണ് യാത്രയുടെ ഉദ്ദേശം. ഗുജറാത്ത് സ്വദേശി ജയ്ദീപ് ലഖ്നാക്കിയ എന്ന ഈ 21കാരൻ രാജ്യം കാണുകയാണ്, രാജ്യത്തെ അറിയുകയാണ്, ജനവൈവിധ്യത്തെ ആസ്വദിക്കുകയുമാണ്. ഒരു പുസ്തകം മറിച്ചു നോക്കുന്ന ലാഘവത്തോടെയാണ് കാൽനടയായും ലിഫ്റ്റ് ചോദിച്ചും സഞ്ചരിച്ച് രാജ്യത്തെ കാണുന്നത്. ദേശീയപാതയിൽ കായംകുളം ഭാഗത്ത് വെച്ചാണ് CDNet വാർത്താ സംഘം ജയ്ദീപിനെ കാണുന്നത്. റോഡിന്റെ ഒരു വശത്തുകൂടി നിശബ്ദനായി പതുക്കെ നടന്നു നീങ്ങുന്ന ജയ്ദീപിന്റെ യാത്രയ്ക്ക് ദൈർഘ്യം ഏറെയാണ്. ഏറെ എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യാത്രയാണ് ജയ്ദീപ് നടത്തുന്നത്. 600 ദിവസം കൊണ്ട് ഇന്ത്യയെ ആകെ കാണുക എന്നതാണ് യാത്രയുടെ ഉദ്ദേശം. യാത്ര 88 ദിവസം പിന്നിട്ടിരിക്കുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും പിന്നിട്ട് യാത്ര പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പർവ്വതാരോഹണ പരിശീലകനായ ജയ്ദീപിന് സാഹസികത എന്നാൽ കൂടപ്പിറപ്പാണ്. GPS തുടങ്ങിയ സംവിധാനങ്ങളൊന്നും കരുതിയിട്ടില്ലാത്ത യാത്രയിൽ പാതകൾ മനസ്സിലാക്കുന്നത് നാട്ടുകാരോട് ചോദിച്ചും പറഞ്ഞുമാണ്. രാത്രിയിൽ തങ്ങുന്നത് ആരാധനാലയങ്ങളിലോ പെട്രോൾ പമ്പുകളിലോ ആണ്. ചുമലിൽ എന്തുന്ന ബാഗിൽ 5 ടീഷർട്ട്, 3 പാന്റ്, ടെന്റ്, അത്യാവശ്യ മരുന്നുകൾ തുടങ്ങിയ നാമമാത്ര വസ്തുക്കൾ മാത്രമാണ് കരുതിയിട്ടുള്ളത്. അപരിചിതരുടെ വാഹനങ്ങളിൽ ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യുന്ന ഹിച്ച് ഹൈക്കിങ്ങിലൂടെയും കാൽനടയായും സഞ്ചരിക്കുന്ന ജയ്ദീപ് മുമ്പും ഇത്തരം ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. ജോലി രാജിവെച്ചാണ് ഇപ്പോൾ സഞ്ചാരം. Hello, my name is Jaydeep. I am from Surat, Gujarat, and right now I am traveling Kashmir to Kanyakumari by walk or lift. So this journey it will take maybe 600 or more days. So I am traveling 2 years in India, and this journey motto is I want to first explore all India, every part of India. I want to meet the people of India, try food and all. കേരളത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ജയ്ദീപിനുള്ളത്. സ്നേഹവും പിന്തുണയും മാത്രമല്ല, കരുതലും സഞ്ചാരപ്രിയരായ കേരളീയർ തനിക്ക് നൽകുന്നുണ്ടെന്നും ജയ്ദീപ് പറഞ്ഞു. Okay, so right now I am in Kerala. I visit many part of Kerala like Wayanad, Malappuram, Calicut, then Thrissur, Munnar, Idukki, Kochi, Ernakulam. So right now I am in this place called Kollam, near to Kollam. So walking to the Kollam, 33 kilometer far away from Kollam. CDNet News, കൃഷ്ണപുരം. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസനത്തിനായി പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ വലിയഴീക്കൽ സ്വദേശിനിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയയും അതിലൊരാളായി. ഏറെ സന്തോഷത്തിലാണ് മികച്ച കലാകാരിയായ കൃഷ്ണപ്രിയ. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുവാൻ പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ തനിക്കും പ്രവേശനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ തെക്കൻ പ്രദേശമായ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ വലിയഴീക്കൽ സ്വദേശിനിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയ. പ്രശസ്ത കഥകളി ആശാനും നടനുമായ കലാമണ്ഡലം ഗോപിയുടെയും ഭരണസമിതിയുടെയും ഇടപെടലിലൂടെയാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം ഉറപ്പാക്കുന്ന നടപടികൾ കലാമണ്ഡലത്തിൽ സ്വീകരിച്ചത്. തെക്കൻ വിഭാഗത്തിൽ 3 പെൺകുട്ടികൾക്കും വടക്കൻ വിഭാഗത്തിൽ 6 പെൺകുട്ടികൾക്കും പ്രവേശനം ലഭിച്ചു. 8ാം ക്ലാസ്സിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണപ്രിയ, ദേവനന്ദ, വൈഷ്ണവി എന്നീ വിദ്യാർത്ഥിനികൾ തെക്കൻ വിഭാഗത്തിൽ പ്രവേശനം നേടിയത്. വലിയഴീക്കൽ ഹൈസ്കൂളിലാണ് കൃഷ്ണപ്രിയ പഠനം നടത്തിവരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ നൃത്തത്തിൽ അരങ്ങേറ്റം നടത്തിയിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയിൽ ഏറെ താല്പര്യമുള്ള കൃഷ്ണപ്രിയയ്ക്ക് കഥകളിയോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നതായി വ്യക്തമാക്കുന്നു.
കൃഷ്ണപ്രിയ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കഥകളി പഠിച്ച് ഈ മേഖലയിൽ തന്റേതായ ഇടം ഉറപ്പിക്കുന്നതിനാണ് ശ്രമമെന്ന് കൃഷ്ണപ്രിയ പറയുന്നു. ഞാൻ കൊച്ചുനാളിലെ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു, അതിനോട് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പം കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. നേരത്തെ ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ മോഹിനിയാട്ടം അടവ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്തത്. കഥകളി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ ഞാൻ മോഹിനിയാട്ടത്തിന് അവിടെ അപ്ലൈ ചെയ്തപ്പം കഥകളി പെൺകുട്ടികൾക്കില്ലായിരുന്നു. അത് ഇത് കുറച്ച് ദിവസത്തിന് മുമ്പായിരുന്നു, പക്ഷെ എനിക്ക് അതിന് ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ പെൺകുട്ടികൾക്ക് കഥകളിക്ക് 4 സീറ്റ് ഉണ്ടെന്ന് തെക്കനെ. ഭയങ്കര സന്തോഷം തോന്നുന്നു കഥകളി തെക്കനെ കിട്ടിയത്. കഥകളിയുടെ ചെറുമുദ്രകൾ തികഞ്ഞ വഴക്കത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും തനിക്ക് ഈ രംഗത്ത് നിൽക്കുന്നതിന് ഊർജം പകരുന്നതാണെന്ന് ഈ കലാകാരി പറയുന്നു. മത്സ്യബന്ധനം തൊഴിലും ഇലക്ട്രീഷ്യൻ പണിയും ചെയ്യുന്ന പിതാവ് രഞ്ജിത്ത് രവി, മാതാവ് ആശ, സഹോദരൻ 2ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണജിത്ത് എന്നിവരും ഏറെ സന്തോഷത്തിലാണ്. CD നെറ്റ് ന്യൂസ്, ആറാട്ടുപുഴ. കായംകുളം ചിറക്കടവം പള്ളിയുടെ തെക്കതിൽ തിരുവാതിരയിൽ മഹേന്ദ്രൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധം. UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കായംകുളം KSRTC ബസ് സ്റ്റേഷനിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ 80 കോടിയുടെ കിഫ്ബി പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയതായി മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ. മന്ത്രിയുടെ മറുപടി അഡ്വക്കേറ്റ് U പ്രതിഭ MLAയുടെ സബ്മിഷന്. കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലത്തിന് സമീപത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. പ്രദേശവാസികൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നു. ജില്ലയിൽ 340 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 6.49%. 371 പേർ രോഗമുക്തരായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.